ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതല്ലേ? നമ്മൾ നേരെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. ന്യൂ ഇയർ ആയതുകൊണ്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ DJയും പാപ്പാജിനെ കത്തികളൊക്കെ ആയിട്ട് നമ്മളൊരു പൊളിക്കാനുള്ള പോക്കാണ് ഗായ്സ്. ഫൈനലി നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ 10 മണി ആയപ്പോൾ തന്നെ എറണാകുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് നമ്മളവിടെ കിടന്ന് അവസാനം വൈകുന്നേരം എണീക്കാൻ ലേറ്റായി. 4:30 എല്ലാവരും എണീച്ച്. അവിടെ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഫോർട്ടിലേക്കുള്ള ബസ്സൊക്കെ ഫുൾ ആൾക്കാർ തൂങ്ങി പിടിച്ചൊക്കെയാണ് പോകുന്നത്. നമുക്ക് ശരിക്കും ഇവിടെ എത്താൻ പറ്റുന്ന ഒരു ഇതില്ലായിരുന്നു. കാരണം നമ്മളെ കാറ് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇവിടെ പാർക്കിങ്ങിന് സ്പേസ് കിട്ടില്ല, കൺഫേം ആയിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു എറണാകുളത്ത് തന്നെ. അതുകൊണ്ട് നമ്മൾ ബസ്സിൽ വരാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ബസ്സിൽ തൂങ്ങി പിടിച്ചാണ് നമ്മൾ പലരും പല ബസ്സിലാണ് വന്നത്. കിട്ടുന്ന ബസ്സിൽ ചാടി കയറി എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ പരിപാടി നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ട് എത്തണം. നല്ല ആൾക്കാരുണ്ട്, ഭയങ്കര തിരക്കാണ്. പോലീസുകാരൊക്കെ എല്ലാ ഭാഗത്തും പോലീസുകാർ നിരന്ന് നിൽക്കുകയാണ്. അത്രയും ജനാവലിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഗ്രൗണ്ടിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. അത് നേരെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സ്റ്റേജ്. ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാർ ഇപ്പം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ രാത്രി എന്താ അവസ്ഥ എന്ന് പറയാൻ തന്നെ പറ്റില്ല. അത്രയും ആൾക്കാരുണ്ടാവും. പിന്നെ ഈ സൈഡിലൊക്കെ ഫെൻസ് ഉണ്ട്. മുന്നിലുള്ളതാണെന്ന് അറിയില്ല, ഇപ്പം ഉണ്ടാക്കിയാണെന്ന് അറിയില്ല. ആൾക്കാർക്ക് കയറാൻ ചെറിയ എൻട്രൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഉള്ളിൽ കയറിയപ്പോൾ പാപ്പാജിനെ കണ്ടു. എൻ്റെ മോനെ എന്ത് വലുപ്പം പാപ്പാജിക്കൊക്കെ. എല്ലാ പ്രാവശ്യവും ഇൻസ്റ്റഗ്രാമിലാണ് നമ്മൾ പാപ്പാജിനെ കാണുന്നത്. ഈ പ്രാവശ്യം നേരിട്ട് കാണാൻ തന്നെ ആയിട്ടാണ് വന്നത്. ഇവിടെ ഇപ്പോൾ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആൾക്കാർക്ക് ഒരു കുറവും ഇല്ല ഇവിടെ. അതിൻ്റെ ഇടയിലാണ് ഇവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നു നോക്കിയാൽ നമ്മുടെ ചാനലിലെ സുജയ ചേച്ചി. അങ്ങനെ സുജയ ചേച്ചി ചാനലിലുള്ള വീഡിയോ ഒക്കെ എടുത്തുമ്പോൾ കുറേ ആൾക്കാർ ചാനലിൽ വരാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെഹിക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്താണെന്തോ ക്യാമറ അടക്കുന്ന ക്യാമറ നമ്മുടെ നേരെ തിരിച്ചിട്ട് എല്ലാവരും ഒച്ചുണ്ടാക്കാൻ തുടങ്ങി. അടുത്ത് സുജയ ചേച്ചി ഒരു ചിരിയും ചിരിച്ച്. സ്റ്റേജിൽ നിന്ന് അനൗൺസ് വന്നുകൊണ്ട് തന്നെ എല്ലാവരും സ്റ്റേജിൻ്റെ അടുത്തേക്ക് കൂടാൻ തുടങ്ങിയിട്ടാ. നമ്മൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോവാണ്. പിന്നെ DJ പാട്ട് പരിപാടി തുടങ്ങി. ഇതിൻ്റെ നേരെ അടുത്തുള്ള വീഡിയോ കണ്ടു നോക്ക്. സത്യം പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. എൻ്റെ മോനെ, ഇത്രയും ആൾക്കാർ ഒരുമിച്ച് തുള്ളുന്നുണ്ടല്ലോ. ഗ്രൗണ്ടൊക്കെ കിടന്ന് ഇങ്ങനെ കുലുങ്ങായിരുന്നു. കുറേ നേരം തുള്ളി കളിച്ച് ടയേർഡായപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ ഇറങ്ങിയാണ്. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടത്. വെള്ളം കുടിക്കാൻ ഇറങ്ങിയാണെങ്കിലും ഇവിടെ ഷവർമ ഇതൊക്കെ കണ്ടാൽ പിന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ഹോട്ടലിൽ കയറി 2 ബിരിയാണി അടിച്ച്. അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഫ്ലാഷ് ലൈറ്റൊക്കെ ഇട്ട് തുള്ളുന്നതാണ്. നമുക്ക് പിന്നെ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല, നമ്മളും തുള്ളി. അവിടുന്ന് വീണ്ടും പുറത്തിറങ്ങി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ബോഡിയൊക്കെ ഒന്ന് എനർജി ആക്കി തിരിച്ച് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാം? നമ്മുടെ പാപ്പാഞ്ഞിൻ്റെ അടുത്തേക്കാണ്. പാപ്പാഞ്ഞിൻ്റെ വീഡിയോ എടുക്കാൻ നമ്മളടക്കം മറന്നു വരുന്നു. ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ പാപ്പാഞ്ഞിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ റീൽസ് എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ. നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അവസാനം നമ്മൾ ഇത്രയും ദൂരത്തു നിന്നാണെങ്കിലും വീഡിയോ എടുത്ത്. പാപ്പാഞ്ഞിക്ക് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഏകദേശം ഒരു മരത്തിൻ്റെയും കാട്ടിയൊക്കെ നല്ല ഉയരത്തിലാണ് പാപ്പാഞ്ഞി ഉള്ളത്. തിരിച്ചു വന്നപ്പോൾ നമുക്ക് സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത്രയും വലിയ ജനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഗ്രൗണ്ടിൽ കൂടിയോണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ സ്ഥലത്ത് വെച്ച് ഡാൻസ് കളിച്ചെന്ന് പറയാം. പിന്നെ അത്യാവശ്യം പവറും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതും കൊണ്ട് എവിടെ നിന്നാലും ഒരേ വൈബായിരുന്നു. 3ാമത്തെ വട്ടം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ. ഉള്ളിലുള്ളതുപോലെ തന്നെ പുറത്തും ആൾക്കാർ വന്നിട്ട് ഇരിക്കുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ്. കാരണം അവിടെ തുള്ളി വേർത്ത് കുളിച്ച് ആവാണ്ടാവുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഇരിക്കും. ഇവിടെ നിന്നൊന്ന് ചാർജ് ആകുമ്പോൾ പിന്നെയും പോയി തുള്ളും. ഇത് തന്നെ അവസ്ഥ. സമയം ഏകദേശം 11:59. അപ്പോഴാണ് നമ്മൾ ആകാശത്ത് വാണം പൊട്ടുന്ന കണ്ടത്. ഏകദേശം ടൈമായിന്ന് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറാനുള്ള തിരക്കായിരുന്നു. അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്ക്.
പാപ്പാഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് പടക്കങ്ങളായിരുന്നു. തീ കൊടുത്തപ്പോഴേക്കിനും എല്ലാം കാല് മുതൽ തല വരെ നിന്ന് പൊട്ടുന്നുണ്ട്. അവസാനം തലയുടെ അവിടെ എത്തിയപ്പോൾ പാപ്പാഞ്ഞിക്ക് തീ പിടിച്ച്. പിന്നെ കുറച്ച് നേരം കൊണ്ട് തന്നെ പാപ്പാഞ്ഞി നിന്ന് കത്തി. കത്തലെന്നൊക്കെ വെച്ചാൽ നല്ല കത്തൽ, ഇത്ര ഹൈറ്റിൽ എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അവിടുന്ന് മേലെന്ന് താഴത്തേക്ക് തീ വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു. പാപ്പാഞ്ഞിക്ക് തീ കൊടുത്ത് ഏകദേശം 2 മിനിറ്റ് കൊണ്ട് തന്നെ പാപ്പാഞ്ഞി മുഴുവൻ കത്തി തീർന്നിട്ടുണ്ടായി. പിന്നെ പാപ്പാഞ്ഞി കത്തി തീർന്നപ്പോഴേക്കും സ്റ്റേജിൻ്റെ വേക്കുന്ന അടുത്ത പൊട്ടലൊട്ടി. പക്ഷെ നമുക്കതിനത്ര വ്യൂ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് പൊട്ടലുണ്ടായി. അത് നമുക്ക് നല്ല വ്യൂവിൽ കിട്ടി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 1 മണിയായി. പക്ഷേ 1 മണിക്കൊന്നും റോഡിൽ കാലെത്താൻ സ്ഥലം കിട്ടണമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന്. അവസാനം നമ്മൾ 2:45 അവിടുന്ന് പുറത്തിറങ്ങിയാൽ ഇതാണ് അവസ്ഥ. അപ്പോൾ ആളുകൾക്കൊരു കുറവുമില്ല. റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഇടയ്ക്ക് 1-2 സ്ഥലത്തൊക്കെ അടിയും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തിൻ്റെയൊക്കെ പേരിൽ. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇതാണ് അവസ്ഥ. എല്ലാവരും സ്റ്റക്കായി നിൽക്കുന്നു. ഇടയ്ക്ക് ഒരു ആംബുലൻസും പോലീസ് വണ്ടിയും ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റക്കായി നിൽക്കലുണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഇനി ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റില്ലാന്ന്. അവസാനം നമ്മൾ അവിടെ ഒരു സൈഡായി. പിന്നെ കൊതുകിൻ്റെ കടി, എൻ്റെ മോനെ, നമുക്ക് എല്ലാവർക്കും നല്ല കൊതുകിൻ്റെ കുത്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് പോകാനും രക്ഷയില്ല, നിൽക്കാനും രക്ഷയില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. ഏകദേശം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഈ റോഡിൽ ഇത്രയും ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ് മുന്നോട്ട് പോകാൻ പറ്റാണ്ട്. പിന്നെ ഫോണിൽ ചാർജ് തീർന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കി നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.